ഹലോ ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒണ്ടാരിയോയുടെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയ 1000 ഐലൻഡ് ആണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ 1000 ഐലൻഡിൻ്റെ ഒരു ടവറിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫുൾ ഇവിടെ ചുറ്റും നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. തൗസൻഡ് ഐലൻഡ്സ് എന്നത് അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തി പങ്കിടുന്ന സെയിൻറ്റ് ലോറൻസ് നദിയിലുള്ള ഒരു 1864 ഐലൻഡ്സിൻ്റെ ഒരു കൂട്ടമാണ്. ഈ കാണുന്നതാണ് 1965 പണി ചെയ്ത 1000 ഐലൻഡ് ടവർ. ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. സോ ഗായ്സ്, നമ്മൾ ബോട്ടിലേക്ക് ക്രൂസിലേക്ക് ബോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു 1 hour ക്രൂസാണ്. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, സോ നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മുടെ കപ്പിത്താനാണെന്ന് തോന്നുന്നു. അതെ, കപ്പിത്താൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ടവർ കണ്ടു കഴിഞ്ഞ് 1000 ഐലൻഡിൽ കൂടെ ഒരു ബോട്ട് ക്രൂസ് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഓൺലൈനിൽ കൂടെ നമ്മൾ ഇതിനു വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞങ്ങൾ എടുത്തിരിക്കുന്നത് 1 hour ക്രൂസാണ്. 1000 ഐലൻഡ് ക്രൂസ് സെയിൻറ്റ് ലോറൻസ് നദിയിലുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. ഈ ക്രൂസ് ടൂറിൽ നമ്മൾ ഫസ്റ്റ് സൈറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്ന 1000 ഐലൻഡ് ഇൻ്റർനാഷണൽ ബ്രിഡ്ജ്. ഇത് കാനഡയെയും US-നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, ഇത് 1937 കൺസ്ട്രക്ട് ചെയ്ത ബ്രിഡ്ജാണ്. പല വ്യത്യസ്തമായ സമ്മർ ഹോംസ് നമുക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. മാത്രമല്ല പല വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്രൂസ് പോകുന്ന സെയിൻറ്റ് ലോറൻസ് റിവറിൻ്റെ പേര് കിട്ടിയ സെയിൻറ്റ് ലോറൻസ് ഓഫ് റോമിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സാവിക്കൻ ഐലൻഡ്സ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഇൻ്റർനാഷണൽ പാലം ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്രൂസ് മൊത്തം പോകുന്നത് കാനഡ ആൻഡ് US-ൻ്റെ ഇൻ്റർനാഷണൽ ബൗണ്ടറിയിൽ കൂടെയാണ്. This is the most iconic attraction, Bold Castle. It's a massive, unfinished Rhineland-style castle on Hart Island, built by millionaire George C. Bolt for his wife. Many cruises offer an option allowing visitors to tour the castle. US customs and a valid passport are required for this stop. നമ്മളെടുത്ത ഈ 1 hour ക്രൂസ് ഈ ബോൾഡ് കാസിലിൻ്റെ ചുറ്റും നമ്മളെ കാണിക്കുകയും 1000 ഐലൻഡിൻ്റെ ചുറ്റും മനോഹരമായ കാഴ്ചകൾ കാണിക്കുന്നതുമാണ്. ഈ ക്രൂസ് പോകുമ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കാസിലിൻ്റെ വ്യൂ ഫുൾ ടൈം കിട്ടുന്നതായിരിക്കും ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ US ആൻഡ് കനേഡിയൻസിൻ്റെ സമ്മർ ആൻഡ് വെക്കേഷൻ കോട്ടേജസ് ഇവിടെ ഒത്തിരി കാണാൻ സാധിക്കും. ഇതിലേക്ക് പോകാനുള്ള മാർഗം ബോട്ട് വഴിയാണ്. ഇവിടെ എവിടെ നോക്കിയാലും നല്ല മനോഹരമായ സീനിക് കാഴ്ചകളാണ് ഗൈസ്.
1 hour ക്രൂസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്യാൻ പോവാം. എനിവേസ് നല്ല അടിപൊളി ക്രൂസ് ആയിരുന്നു. ക്രൂസ് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.